ആളിക്കത്തിച്ച സമരത്തിന് വിജയം കണ്ടിരിക്കുന്നു. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. രാഹുൽ ഈശ്വർ ഈ സമരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഗംഭീരമായ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ്, നമ്മുടെ യുവത്വത്തിന്റെ വിജയമാണ്. ആരുടെയും പരാജയമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവരുടെയും വിജയമാണ്. അതാണ് ഈ സമരത്തിന്റെ വലിയ പ്രത്യേകത. നമ്മുടെ കുട്ടികൾ ഐതിഹാസികമായി പോരാടി വിജയിച്ചതാണ്. അവസാന റൗണ്ടിൽ നേരിട്ട് നരേന്ദ്രമോദിജി യുദ്ധത്തിന് ഇറങ്ങിയതാണ്, ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ മറ്റും. പക്ഷേ അത് നമ്മുടെ യുവശക്തിക്ക് മുമ്പിൽ നിന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ മോദിജിക്ക് അടക്കം ഒരുപക്ഷെ പിന്നോട്ട് പോകേണ്ടി വന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. അതെ, നമുക്കറിയാം ജെൻസി എന്ന് പറയുന്നത് വെറുതെ തള്ളിക്കളയുന്ന ഒരു രീതിയിലേക്ക് മാറിയിരുന്നു കുറച്ചു കാലങ്ങൾ മുന്നേ വരെ. പക്ഷെ ആ ജെൻസി മാറി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ജെൻസി ഇങ്ങനെയാണ്, ജെൻസി വിചാരിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള തെളിവ് കൂടിയല്ലേ ഇത്? ഒരു സംശയവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പോസിറ്റീവായി നമ്മുടെ യുവത്വം, ആ യുവത്വത്തെ അടിച്ചമർത്താൻ നോക്കി അവരെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തി വെച്ച് അടിച്ച് പോലീസുകാർ ആനന്ദിച്ചു. ഇത്തരം ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ധ്രുവറാത്തിയൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ മനഃപൂർവ്വം വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ പോലീസുകാർ തന്നെയാണ് കല്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ യുവാക്കളെ തകർക്കാൻ പല രീതിയിൽ നോക്കി തീവ്രവാദികളാണെന്ന് പറഞ്ഞു, രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞു. അവർ മാസ് മറുപടിയും പറഞ്ഞു, രാജ്യദ്രോഹി നിന്റെ അച്ഛൻ, തീവ്രവാദി നിന്റെ ബാക്കിയുള്ള ആൾ, കുടുംബക്കാർ എന്ന അർത്ഥത്തിൽ അവർ നല്ല രീതിയിൽ ആ പ്രയോഗവും പറഞ്ഞു. അങ്ങനെ തന്നെയാണ് അതിൽ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ജെൻസിയുടെ പോരാട്ട വിജയം തന്നെയാണ്. അതുപോലെ നിരവധി സെലിബ്രിറ്റികൾ നമ്മൾ ഇതിനെ പറ്റി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അല്ലെ, നിരവധി സെലിബ്രിറ്റികളുടെ നിലപാടുകളൊക്കെ. ഒരുപാട് പേരുണ്ട്. നമുക്കെല്ലാം ഇഷ്ടമുള്ളവർ തന്നെയാണ് എല്ലാവരും. പേർളി മാണി അടക്കമുള്ള ആൾക്കാർ. പേർളി മാണി അതിനിടയ്ക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, എനിക്കിഷ്ടമുള്ള നിറം കാവിയാണ്, ആ കാവി ത്രിവർണ്ണ പതാക വേണമെന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്തു. ഈ പേർളിയെ പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാൾ കാവി ഇഷ്ടപ്പെടുന്നതിന് ഒരു പ്രശ്നമില്ല, പച്ചയും വെള്ളം ഇഷ്ടപ്പെടുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനിടയ്ക്കൂടെ പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം കാവി കൂടുതൽ BJP-യോട് എന്താ പറയുക കണക്ട് ചെയ്തിരിക്കുന്ന കളറാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. കാവി എല്ലാ ഹിന്ദുക്കളും ഉപയോഗിക്കും, പക്ഷേ വിവേകാനന്ദന്റെ കാവി അല്ലല്ലോ BJP ഉപയോഗിക്കുന്ന കാവി. അപ്പം ആ കാവി എന്ന് പറയുന്നതിന് ഒരു വലിയ പവിത്രതയുണ്ട്. അതിനെ ഒരു രാഷ്ട്രീയ ധ്വനിയോടുകൂടി പോലെ പറഞ്ഞു, അങ്ങനെ വിമർശനം വന്നു. പക്ഷെ നിങ്ങൾ അഭിനന്ദിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാ? ഏറ്റവും അഭിനന്ദിക്കേണ്ടത് ലാലേട്ടന്റെ മകൾ വിസ്മയാണ്. വിസ്മയം തീർത്ത് ആദ്യഘട്ടത്തിൽ ഇത്രയും വലിയ രീതിയിലൊരു നിലപാടെടുത്തത്. സമാനമായി തന്നെ ടോമിനോ, പാർവതി തിരുവോത്ത്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ഒരുപാട് പേർ, നമ്മുടെ മമ്മൂക്ക. കൗതുകം എന്ന് പറയട്ടെ, പൃഥ്വിരാജിന്റെയും ലാലേട്ടന്റെയും നിലപാടുകൾ കണ്ടില്ല. ഒരു പക്ഷേ എമ്പുരാൻ അടക്കം ഉണ്ടായ വിവാദങ്ങളിൽ ഇവരിനീ പറഞ്ഞ് കൂടുതൽ വിവാദമായിട്ടൊന്നും കൂടി വെച്ചായിരിക്കും. രണ്ടുപേരുടെയും നിലപാട് ഞാൻ കണ്ടില്ല. മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ എമ്പുരാന്റെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിനെ ചൊല്ലി പറയുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധേയമാണല്ലോ. അതെ, അല്ല, പക്ഷേ എന്താന്ന് പറഞ്ഞാലേ, അങ്ങനെ നമുക്കൊരു അഭിപ്രായമുണ്ടെങ്കിൽ ബഹുമാനത്തോടു കൂടി അത് അവതരിപ്പിക്കാനുള്ള ഒരു രാജ്യമുണ്ടെങ്കിലേ രാജ്യത്തിന് ജനാധിപത്യത്തിനും അർത്ഥമുള്ളൂ. അപ്പൊ ഇതൊരു പോസിറ്റീവ് രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. എന്തായാലും വിസ്മയിപ്പിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതില് മേജർ രവി ഇടപെട്ടതിൽ മേജർ രവിക്ക് തിരിച്ചടി കിട്ടിയതുപോലെ ആയില്ലേ? മേജർ രവി സാറ് പട്ടാളത്തിൽ വർക്ക് ചെയ്ത് നമ്മുടെ രാജ്യത്തെ കാത്ത വ്യക്തിയാണ്. മുമ്പ് പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോ അദ്ദേഹം വളരെ ശക്തമായി കേരളത്തിലടക്കം ഇടപെട്ട ഒരു മതസൗഹാർദ്ദ നിലപാടെടുക്കുകയും മറ്റും ചെയ്തതാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു. അതുപോലെ രാഹുൽ ഈശ്വർ, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അഭിജിത്ത് ദീപ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതില് നമ്മുടെ AASF-ഉം SFIക്കും ഒക്കെ നന്ദി അറിയിച്ചു. നമുക്കറിയാം രാഹുൽ ഗാന്ധി ഈ ഒരു സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ നമ്മുടെ കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്റ്റുഡന്റ് ഫെഡറേഷൻ അവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, അവർക്കൊരു നന്ദി പറയുക ഒന്നും ചെയ്തിട്ടില്ല. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, രാഹുൽ ഗാന്ധി ഇതിൽ വലിയൊരു സ്റ്റാൻഡ് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വേറൊന്നും കൊണ്ടല്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ ചെയ്ത മിന്നൽ സമരത്തിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി. അത് രാജ്യത്തെ അവയർനെസ് ഭയങ്കരമായി കൂട്ടി. ഇനി ഞാനിപ്പോ ഇടതുപക്ഷക്കാരനല്ലെന്ന് അറിയാലോ, പക്ഷെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് SFI, AASF, ഐസ അടക്കമുള്ളവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അവരുടെ ചില വിദ്യാർത്ഥികൾ നിരാഹാരം കിടക്കാനും വന്നു. ആദ്യഘട്ട മൊബിലൈസേഷൻ ഒക്കെ അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തു. ഇത് നമുക്ക് ക്രെഡിറ്റ് നോക്കേണ്ട സമയമല്ല. ഈ രാജ്യത്തിൽ വളരെ തെറ്റായ രാഹുൽ ഗാന്ധിയുടെ കണക്ക് കടമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷത്തിൽ ഏകദേശം 152ഓളം പേപ്പർ ലീക്കുകൾ ഉണ്ടായി. ഇത് സീരിയസ് ആയ വിഷയമാണ്. ആ വിഷയത്തെ നമുക്ക് അഡ്രസ് ചെയ്യണം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി സോനം വാങ്ചുക്കിനും അഭിജിത്ത് ദീപ്കയ്ക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത്. അതോടൊപ്പം കൂടെ പോരാടിയ ഓരോരുത്തർക്കും, സോഷ്യൽ മീഡിയയിലടക്കം പോരാടിയ ഓരോരുത്തർക്കും അഭിനന്ദനം അറിയിക്കും.
അത് മാത്രമല്ല ഈ പോരാട്ടം നിന്നു പോകുന്നില്ല, ഇനിയും തുടർച്ചയായുണ്ട്, ഇതിലും ശക്തമായുണ്ട് എന്ന് പറയുന്നുണ്ട് അഭിജിത്ത് ദീപ്കെ. അങ്ങനെ തന്നെ വേണം. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്നൊരു തോന്നലുണ്ടാവും. അതൊരു വലിയ കാര്യമാണ്. പണ്ട് ഈ യങ്സ്റ്റേഴ്സ് എന്ത് പറയാന്നറിയോ, ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും മുതിർന്നവരുണ്ടെന്ന്. ഇന്ന് മുതിർന്നവരെന്ന് പറയുന്ന നമ്മുടെ ഒരു തലമുറ പറയേണ്ടത് പിള്ളേർ നമ്മൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഉണ്ടെന്നാണ്. അത് സന്തോഷമാണ്. അവർ ജയിക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് നല്ല BJP സുഹൃത്തുക്കളോട് സംസാരിച്ചു. ഞാനോട് പറഞ്ഞു, ജയിക്കട്ടെന്ന്. നമ്മുടെ ഇന്ത്യയിലെ പിള്ളേർ തന്നെയല്ലേ ജയിക്കുന്നത്, വേറെ ആരും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളതിൽ സന്തോഷിക്കണമെന്നുള്ളതാണ്. BJP-ക്കാർ യുവാക്കളുടെ വിജയത്തിൽ സന്തോഷിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. നമുക്കിനി CJP ഒന്ന് പേടിക്കേണ്ടി വരുമെന്ന് വേണമെങ്കിൽ പറയാല്ലേ. അങ്ങനെ ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യാൻ ആളുണ്ടെങ്കിലേ കാര്യമായി നടക്കൂ. നമ്മുടെ നാട്ടില് കോൺഗ്രസ് വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് തെറ്റിയതാണ് എമർജൻസി. അത് രാഹുൽ ഗാന്ധി ഓണപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയെ പോലെ നമ്മുടെ നാട്ടിൽ ഇന്ദിരാഗാന്ധി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ദിരാഗാന്ധിക്ക് തെറ്റിപ്പോയ ഒരു കാര്യമാണ് എമർജൻസി. അവൻ തെറ്റ് സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാട്ടാൻ നമുക്ക് ആള് വേണം. മോദിജിക്ക് പോസിറ്റീവ്സ് ഉണ്ട്. പക്ഷെ മോദിജിയുടെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്നവർ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും അപരവൽക്കരിക്കാൻ, അടിക്കാൻ, ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് റിയാലിറ്റിയാണ്. ഇത് കണ്ടില്ലെന്ന് നമ്മൾ നടിക്കരുത്. ഇപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള അരക്ഷിത ബോധം അടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തെ സീരിയസ് ആയ വിഷയങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയാണ് മധ്യപ്രദേശിലെ ഒരു ക്രിസ്ത്യൻ സ്കൂൾ വെല്ലുവിളിച്ചത്. ഞാൻ അടക്കം പഠിച്ചിട്ടുള്ള ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസത്തെ താങ്ങി നിർത്തുന്ന വലിയൊരു സമൂഹമാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹം. അവരെ വ്യാജ ആരോപണങ്ങൾ പറഞ്ഞ് അടിക്കുക, തല്ലുക, ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പോ തീർച്ചയായും അപ്പൊ അവിടെയാണ് ഇത് ഈ പട ഞാൻ ചണ്ഡീഗഡിൽ പോയിരുന്നു, ഡൽഹി ജനതാ മന്ദിറിൽ പോയിരുന്നു. ചണ്ഡീഗഡിലും ജനതാ മന്ദിറിലും കണ്ടത് വ്യത്യസ്ത സമുദായങ്ങളുള്ള കുട്ടികൾ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു വന്ന് ഒരുമിച്ച് പോരാടുന്നതാണ്. ഏറ്റവും കേൾക്കാൻ കഴിഞ്ഞ മുദ്രാവാക്യങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ്, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ഭഗത് സിംഗ്, ജയ് ഗാന്ധി, ജയ് 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 ഭീം, അതായത് അംബേദ്കറിനെ സ്മരിക്കുന്നത്. അങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ്. നമ്മുടെ നാട് ജയിക്കട്ടെ. നാടിനെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് ഒരു ഷോക്ക് ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക്. ഏത് ഗവൺമെന്റിനും, കോൺഗ്രസ് ഗവൺമെന്റിനും BJP ഗവൺമെന്റിനും ആപ്പ് ഗവൺമെന്റിനും മുസ്ലിം ലീഗിനും നാളത്തെ ഗവൺമെന്റ്, അവർക്കും എല്ലാവർക്കും ഷോക്ക് ആവശ്യമാണ്. നമ്മുടെ നാട്ടില് കേരളത്തില് BJPക്ക് സ്റ്റാൻഡ് പിടിക്കുന്നവർ അല്ലെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പൊ പറയുന്ന ഒരു വാദം എന്താണെന്ന് പറഞ്ഞാലേ, കേരളത്തിലെ PSCക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് ആരും കൊടി പിടിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത്. അങ്ങ് കേന്ദ്രത്തിൽ പോയി തല്ലുപിടിക്കാനൊക്കെ ഭയങ്കര ആർജവമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതിന് സാറിന് എന്താണ് സാറിന്റെ നിലപാട്? BJP-ക്കാരോട് എന്ത് ചോദിച്ചാൽ, ഒരു പോയിന്റ് ചോദിച്ചാൽ, ഇനി ഒന്നുകൂടെ ചോദിച്ചു നോക്കണേ, അവര് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. അതായത് ഇതിനെ വാട്ട് അബൌട്ട് ട്രീ എന്നാണ് പറയുന്നത്. വാട്ട് അബൌട്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉത്തരം പറയാതെ വാട്ട് അബൌട്ട് ദാറ്റ്, അതിനാണ് വാട്ട് അബൌട്ട് ട്രീ. അതായത് വാട്ട് അബൌട്ട് കാശ്മീരി പണ്ഡിറ്റ്സ്. ഇപ്പൊ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഒരു മുസ്ലിമിനെ തല്ലി അവരോട് ചോദിക്കും വാട്ട് അബൌട്ട് കാശ്മീരി പണ്ഡിറ്റ്. ശരിയാണ്, 1990-കളിൽ ഒരുപാട് കാശ്മീരി പണ്ഡിറ്റുകൾ, കാശ്മീരി ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് ഇന്നൊരു മുസ്ലിമിനെ അടിച്ചത് മാറുമോ? ഇതിന്റെ പ്രശ്നം ഇത് വാട്ട് അബൌട്ട് ട്രീ ആണ്. കേരളത്തിലെ PSCക്ക് വേണ്ടി അവർ സമരം ചെയ്യട്ടെ, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, ആക്റ്റീവായിട്ട് അവരെ ഏറ്റെടുത്തോട്ടെ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇതിന്റെ പ്രശ്നം എന്താ അറിയാം, ഒരു സീരിയസ് ആയ വിഷയം വരുമ്പോൾ വേറെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ വാട്ട് അബൌട്ട് ട്രീ പറയുന്നതോട് തിരിച്ചു ചോദിച്ചാൽ മതി, PSC മാത്രമല്ലോ അയോധ്യ രാമക്ഷേത്രത്തിൽ കൊള്ള നടന്നില്ലേ, നിങ്ങൾ എന്താ ഉറങ്ങിയെന്ന് ചോദിക്കാം. ശരിയാ. അത് മാത്രമല്ല, അപ്പൊ ഈ കേരളം എങ്ങനെ തടയാനുള്ളതാണോ, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ച ആരും ചോദിക്കാനും പറയാനും ഇല്ല, അങ്ങനെ വരെ പറയുന്നുണ്ട്. അതൊന്നുമില്ല, ചുമ്മാ പറയുന്നത്. അത് എല്ലാ മത്സരങ്ങളും എല്ലാരും വിജയിക്കില്ല. ഈവൻ നെപ്പോളിയൻ ലോസ്റ്റ് ഹാഫ് ദ ബാറ്റിൽസ് ഹി ഫോട്ട് എന്ന് പറയാറുണ്ട്. നെപ്പോളിയൻ പോലും യുദ്ധം ചെയ്ത പകുതി യുദ്ധങ്ങൾ തോറ്റു. നമ്മൾ നാണം കെട്ട് തോറ്റ മെസ്സിയെയാണ്, മിസ്സിഹ എന്ന് വിളിക്കുന്ന മെസ്സിയെയാണ് സ്പെയിനോട് കണ്ടത്. അപ്പൊ മോദിജി മാത്രം എല്ലാത്തിലും വിജയിക്കുമെന്ന് കരുതരുത്. തോറ്റാ ഗ്രേസ്ഫുള്ളി അങ്ങ് അംഗീകരിക്കണം, ഞങ്ങൾ തോറ്റു. അതായത് എല്ലാ മത്സരവും എല്ലാവരും ജയിക്കൂ ഇല്ല. മഹാത്മാഗാന്ധി അടക്കം, മഹാത്മാഗാന്ധിക്ക് താല്പര്യമുള്ള പട്ടാഭി സീതാരാമയ്യയെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ നോക്കി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ തോൽപ്പിക്കുകയുണ്ടായി. തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ഹിന്ദുത്വ ക്യാമ്പിൽ മാത്രമുള്ള പ്രത്യേകത, തോറ്റാൽ യഥാർത്ഥത്തിൽ അത് പുലി കുതിക്കാൻ, അതായത് പുലി പതുങ്ങുന്നതാണ്, കുതിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഈ തോൽവി അംഗീകരിക്കാൻ വളരെ മടിയാണ്. ഈ വലതുപക്ഷത്തിന്റെ പൊതുവെയുള്ള സ്വഭാവമാണ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനെ നോക്കിയാൽ മതി. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഇലക്ഷൻ തോറ്റു, ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതായത് ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനോട് തോറ്റു, അതിനുശേഷം പുതിയ ഇലക്ഷൻ വന്നു, അതിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചു. ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേ പഴയ ഇലക്ഷൻ പുള്ളി ജയിച്ചു എന്നാണ്. അപ്പം അത് ഈ വലതുപക്ഷക്കാരുടെ ഈ കള്ളം പറയാനുള്ള ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നത് സത്യമാണ് ദൈവം. ഈ വലതുപക്ഷക്കാരെയും കൂടെ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നാൽ അത് വളരെ കറക്റ്റ് ആയിരിക്കും.